തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഇതെന്റെ ഫ്രണ്ടാ, ഡോക്ടർ എമിലി, സൈക്കാട്രിസ്റ്റാ, ഫ്രം ഇറ്റലി. ഓ, നൈസ് ടു മീറ്റ് യു. താങ്ക് യു സർ. പ്ലീസ് സിറ്റ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അന്നത്തെ പോലെ ഏതെങ്കിലും അൺനോൺ നമ്പറിൽ നിന്ന് കോള് എമിലിക്കും വന്നോ? നോ, അങ്ങനൊരു കോള് എമിലിക്ക് വന്നിട്ടില്ല. ആ കോൾ എനിക്ക് ഇപ്പോഴും വരാറുണ്ട്. കോൾ ലിസ്റ്റിൽ വരാത്ത കോളായിട്ടാണോ ഇപ്പോഴും ആ കോൾ വരുന്നത്? ഞങ്ങൾ വന്നത് എമിലിക്ക് സാറിനെ കണ്ട് സംസാരിക്കാനായിരുന്നു. എമിലി താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ന്യൂസൻസ് ഉണ്ടായോ? നോ സർ, ഐ ഹാവ് സംതിങ് ടു ടെൽ യു. പറയൂ, വാട്ട്സ് ദ മാറ്റർ? മാർക്കോ സായിപ്പിന്റെ മരണം. കാറ്റാടി മലയിൽ നടന്ന മാർക്കോ സായിപ്പിന്റെ മരണത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സർ, കാറ്റാടി മല നമ്മുടെ അധികാര പരിധിയിൽ വരുന്ന സ്ഥലം അല്ലല്ലോ സർ. ഇറ്റ് മേ ബി, ബട്ട് ആ മരണത്തെപ്പറ്റി സംശയമുള്ള ഞാനും അതുമായി കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ കരുതുന്നവരും നിങ്ങളുടെ അധികാര പരിധിയിൽ വരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. കാറ്റാടിമലയിലെ മാർക്കോ സാഹിബിന്റെ മരണത്തെപ്പറ്റി ഞാൻ കേട്ടിരുന്നു. പക്ഷേ ആ സാഹിബുമായിട്ട് എമിലിക്ക് എന്താ കണക്ഷൻ? ഹി വാസ് മൈ ഫ്രണ്ട്. കാറ്റാടിമലയിലെത്തിയപ്പോ മാർക്കോ എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഗബ്രിയും മാർക്കോയെ കാണാൻ കാറ്റാടി മലയിലേക്ക് പോകാനിരുന്ന സമയത്താണ് അയാൾ മരണപ്പെട്ടത്. ആരാണ് ഈ മാർക്കോ? അയാളൊരു ഗോസ്റ്റ് ഹണ്ടറാണ് സാർ. എന്നാ പിന്നെ ഏതെങ്കിലും ഗോസ്റ്റ് ആയിരിക്കും അയാളെ തട്ടിയത്. അല്ല, ഈ മാർക്കോയുടെ മരണത്തിൽ നിങ്ങൾ സംശയിക്കുന്ന ആരോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതാരാണ്? 5 സുന്ദരികൾ. വാട്ട്? റോസ്മേരി ഹോസ്റ്റലിലെ 5 സുന്ദരികൾ. നിങ്ങൾ ഈ 5 സുന്ദരികളെ സംശയിക്കാനുള്ള കാരണം എന്താ? മാർക്കോ മരണപ്പെടുന്ന സമയത്ത് ആ കുട്ടികൾ മാർക്കോയുടെ ഹോട്ടലിലുണ്ടായിരുന്നു. ഇത് ശരിയാണോ ഡോക്ടർ? ആ കുട്ടികൾ കാറ്റാടിമല ടൂർ പോയിരുന്നു, അതെനിക്കറിയാം. വേറൊന്നും എനിക്കറിയില്ല. 5 സുന്ദരികൾ കാറ്റാടി മലയിലേക്ക് ടൂർ പോയത് മാത്രമേ ഗബ്രിക്ക് അറിയൂ. ഗബ്രിക്ക് അറിയാത്ത പലതും എനിക്കറിയാം സർ. എമിലി, നമുക്ക് വ്യക്തതയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കരുത്. തെളിവില്ലാത്ത ആരോപണം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഗബ്രി, ഞാൻ ഉദ്ദേശിച്ചത്... നീ ഉദ്ദേശിക്കുന്ന എന്ത് തന്നെ ആയാലും... ഡോക്ടർ, എമിലിയെ തടയണ്ട. അവർക്ക് പറയാനുള്ളത് പറയട്ടെ. ഏതൊരു ചെറിയ ഇൻഫർമേഷനും പോലീസിന് വിലപ്പെട്ടതാണ്. നമ്മൾ അവഗണിക്കുന്ന ഒരു ഇൻഫർമേഷൻ ചിലപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഇതുവരെ തുറക്കാത്ത ഒരു വാതിലിന് നേരെ ആവാം. പറയൂ ഡോക്ടർ എമിലി, ഈ മാർക്കോയുടെ മരണവും 5 സുന്ദരികളും തമ്മിൽ എന്താണ് ബന്ധം? പോലീസ് തേടുന്ന ആരവെന്ന പ്രതി ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ ഒരാൾ ഹോട്ടൽ ബ്ലൂ ഡയമണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ എങ്ങനെ അവിടെ എത്തി? ആര് സഹായിച്ചു? ഇതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണ് സർ. ഇപ്പോ ഇങ്ങനൊരു സംശയമായിട്ട് പോലീസിനെ സമീപിക്കാനുള്ള കാരണം എന്താ? മാർക്കോയുടെ മരണം നടന്നു കഴിഞ്ഞ ഉടൻ ഗബ്രിയുടെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പർ കോൾ വന്നിരുന്നു. എന്താ വിളിച്ചാള് പറഞ്ഞത്? രണ്ടാമത്തെ ആൾ മരണപ്പെട്ടു, ഇനി 5 പേർ ബാക്കിയുണ്ട്. അതായിരുന്നു ആ കോൾ. കോൾ ഹിസ്റ്ററി പോലും വരാത്ത ഒരു കോളിനെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നത്. ഡോക്ടർ ഗബ്രിയേൽ, ആ കോളിന്റെ അന്വേഷണത്തെ പറ്റി നിങ്ങൾക്കറിയാലോ? അതെനിക്കറിയാം സർ. ആ കോൾ ഹിസ്റ്ററിയിൽ വരുന്നില്ല, ദാറ്റ്സ് എ ട്രൂത്ത്. ബട്ട് ആ കോളിന് ഞാൻ സാക്ഷിയാണ്. ഗബ്രിക്ക് അങ്ങനെ ഒരു കോൾ വരുന്നുണ്ട്. ആ കോൾ ഹിസ്റ്ററിയിൽ വരാത്തത് എന്താന്ന് പോലീസ് അന്വേഷിക്കണം.
ഓക്കെ നിങ്ങൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ബട്ട് നിങ്ങൾ എവിടേക്കാണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ സൂത്രധാരനിലേക്കാണ് ഞാൻ വരുന്നത്. സൂത്രധാരൻ ആര്? 5 സുന്ദരികളുടെ ലീഡർ കിരൺ പ്രഭാകർ. എങ്ങനെയുണ്ട്? എന്ത് പറ്റി? സാരല്ല, നീ ശ്രദ്ധിച്ചില്ലായിരുന്നോ? എന്നെ ഇടിയായിരുന്നു. ഇത് തിരികെ വന്ന് ഇവളുടെ ദേഹത്ത് തട്ടിയതായിരിക്കും. ഞാനിത് സ്റ്റോപ്പ് ചെയ്തതാണല്ലോ. ഇതാരോ മനഃപൂർവ്വം തള്ളിയിട്ടതുപോലെയാ വന്നത്. ഇവിടെ നമ്മളും ആരോ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ നിന്നെ വീഴ്ത്താൻ വേണ്ടി ഇത് ആര് ചെയ്യണം? ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ നടന്നത് കിരണിന്റെ ചെറിയ അശ്രദ്ധയാണെങ്കിലും അതൊരു സൂചനയാണ്. എന്തിന്റെ സൂചന? കിരൺ, നിനക്കൊരു ശത്രു ഉണ്ടായിരിക്കുന്നു. അതെ, ആ ശത്രുവിനെ നീ സൂക്ഷിക്കണം. ആ ശത്രു നിന്നെ ചതിക്കും, പിന്നിൽ നിന്ന് നിന്നെ ആക്രമിക്കും, നീ വീണുപോകും. ഇപ്പൊ സംഭവിച്ചതുപോലെ. ഇക്കാര്യം ആരോ നിന്നെ ബോധ്യപ്പെടുത്തിയതാ. ഇതിനെ അങ്ങനെ കരുതിയാൽ മതി. നീ ഏത് ശത്രുവിനെ പറ്റിയാ പറയുന്നേ? ഇവൾക്ക് മാത്രമായിട്ട് എങ്ങനെ ഒരു ശത്രു ഉണ്ടാവും? ആ ശത്രു ആരാന്ന് നിനക്കറിയാമെങ്കിൽ നീ പറ. ഞാനത് പറഞ്ഞ നിങ്ങൾ 100 ചോദ്യങ്ങൾ വീണ്ടും എന്നോട് ചോദിക്കും.